ശ്രീ രാഹുൽ ഈശ്വർ, ലൈംഗികാതിക്രമ കേസിൽ സവാദ് എന്നയാൾ പിടിയിലാകുന്നു എന്ന് മാത്രം പറഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ല ഇത്. ആരാണ് സവാദ് എന്നുള്ളതാണ് പ്രശ്നം. മുൻപ് 2023 തിരിഞ്ഞു നോക്കിയാൽ ആ പരാതിയുടെ വിവരങ്ങൾ അറിയാം. അത് മാത്രമല്ല, അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം കുറെ ആൾക്കാരൊക്കെ ചേർന്ന് പൂമാല ഇട്ട് സ്വീകരിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ആൾ കൂടിയാണ് ഇപ്പോഴും അറസ്റ്റിലായിരിക്കുന്നത്. ഇപ്പോൾ ആ പൂമാല ഇട്ടവരുടെ മുഖമൊക്കെ ആലോചിക്കുമ്പോൾ ഒന്ന് തൊഴാൻ തോന്നുന്നുണ്ട്. എന്തോത്തിനാ ഈ പരിപാടി കാണിച്ചതെന്ന് പറഞ്ഞു. പുരുഷ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, പുരുഷൻ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്നതല്ല, ആകരുത്. അങ്ങനെയല്ല നമ്മുടെ പുരുഷാവകാശ പോരാട്ടങ്ങൾ പോകേണ്ടത്. പുരുഷന്മാർക്ക് ജെനുവിൻലി ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷേ പുരുഷന്മാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ അഡ്രസ് ചെയ്യാനാണ് പോകേണ്ടത്. പകരം എല്ലാ തെറ്റുകാരെയും ന്യായീകരിക്കുക എന്നുള്ളതല്ല. ഒരുപക്ഷെ ഈ പരിപാടികൾക്കൊന്നും നിങ്ങൾ എന്നെ കണ്ടു കാണില്ല. അത് ഞാൻ ബോബി ചെമ്മണ്ണൂർജിയുടെ കാര്യത്തിലും പറയുകയുണ്ടായി. ബോബി ചെമ്മണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് വന്നിട്ടൊന്നും അല്ലല്ലോ അദ്ദേഹത്തെ നമ്മൾ പൂമാല ഇടുന്നത്. അപ്പം പൂമാല ഇടുക, പടക്കം പൊട്ടിക്കുക പോലുള്ള കാര്യങ്ങൾ കോടതി വിധി വരാതെ, ഫൈനൽ വിധി വരാതെ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് അന്നും ഇന്നും എന്നും ഉള്ള നിലപാട്. രണ്ട്, ഞാനും ഈ നമ്മുടെ നന്ദിതയും കൂടി മറ്റൊരു ചാനലിലും ഇരുന്നിരുന്നു. അവിടെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. നന്ദിതയുടെ കേസിന്റെ മെറിറ്റ് എന്താണെന്ന് ഫൈനലി കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ നന്ദിതയ്ക്ക് നേരിടേണ്ടി വന്ന സൈബർ അബ്യൂസ്, നന്ദിത വെർബൽ റേപ്പ് എന്ന് വിളിക്കുന്ന സൈബർ അബ്യൂസ് എന്നുള്ള ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതുമാണ്. അതിന് ഞാൻ അടക്കമുള്ള പുരുഷന്മാർ നന്ദിതയോട് അങ്ങനെ മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, സൈബർ ബുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദിതയോട് മാപ്പ് ചോദിക്കുന്നു. നന്ദിതയുടെ ഭാഗത്താണ് ന്യായമെന്ന് ഇന്ന് കൂടുതൽ തോന്നുന്നു. ഈ കേസിന്റെ മെറിറ്റ്സ് നമുക്കറിയില്ല, മാധ്യമങ്ങൾ വന്നതേ അറിയുള്ളൂ. പക്ഷേ സവാദ് ഒരു റിപ്പീറ്റ് ഒഫൻഡർ ആണ്, അല്ലെങ്കിൽ റിപ്പീറ്റ് അക്യൂസ്ഡെങ്കിലുമാണ്. ഒഫൻഡർ എന്ന് പറയാറായിട്ടില്ല, റിപ്പീറ്റ് അക്യൂസ്ഡെങ്കിലുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോ നന്ദിത തന്നെ മറ്റു 3-4 പേർ ഇതേ സവാദിനെ കുറിച്ചുള്ള ദുരനുഭവങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നതിന്റെ ക്രെഡിബിലിറ്റി കൂടുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. നന്ദിതയ്ക്ക് വിരോധമില്ലെങ്കിൽ നന്ദിതയെ ഇന്ന് തന്നെ ഞാൻ വിളിച്ചിട്ട് സംസാരിക്കുകയും നന്ദിതയോട് മുമ്പ് കുറെ കൂടി നന്ദിത പറഞ്ഞ കാര്യങ്ങൾ പുരുഷ സമൂഹം ഗൗരവത്തിൽ എടുത്തില്ല എന്നുള്ളൊരു കാര്യത്തിൽ നന്ദിയോട് വിഷമം അറിയിക്കുകയും ഒരു ഖേദപ്രകടനം നടത്തുകയും ചെയ്യും. സവാദിന്റെ കാര്യത്തിൽ ഇനി കൂടുതൽ കോടതിയാണ് ഫൈനലി വിധി പറയേണ്ടത്. കോടതി വിധി പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഒരാളെ തെറ്റുകാരനോ കുറ്റക്കാരനോ ആക്കാവൂ. ഒരുപാട് വ്യാജ പരാതികൾ വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കോടതി വിധി വന്ന ശേഷമേ നമ്മൾ ഒരാളെ തെറ്റുകാരനോ കുറ്റക്കാരനാക്കാമോ. തെറ്റുകാരനല്ലാതാക്കുന്നതും കോടതി വിധി വരുന്നേരം വരെ കാക്കണമായിരുന്നു. അന്ന് രാഹുൽ പറഞ്ഞ പോലെ എല്ലാത്തിനും പുരുഷ കാര്യങ്ങളെ ന്യായീകരിക്കുന്നതായി കണക്കാക്കേണ്ടത്. പക്ഷെ ഒരു പുരുഷ സംഘടന ഉണ്ടാകുന്നു, എന്നിട്ട് അതിൻ്റെ ഒരു സംഘം പോയി മാലയിട്ട് പരിഹാസത്തിൻ്റെ അങ്ങേയറ്റം, നാണക്കേടിൻ്റെ അങ്ങേയറ്റം പുരുഷന്മാർക്ക് തോന്നുന്ന നിലയിലാണ് ഒരു സംഘടന പ്രവർത്തിച്ചു. പിന്നെ അയാൾ അതിനെ ന്യായീകരിക്കുന്നു. ഇപ്പോൾ നന്ദിത തന്നെ പറഞ്ഞു, ഈ സംഘടനയുടെ വട്ടിയൂർക്കാവ് അജിത്ത് അദ്ദേഹം എങ്ങനെയാണ് നന്ദിത പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചത്. അപ്പോൾ എന്തിനാണ് പുരുഷ സംഘടന വേണം, ഒക്കെ പുരുഷന്മാരുടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിങ്ങനെ സമൂഹത്തിൽ നാണക്കേടാകുന്ന പുരുഷ സംഘടന എന്ന് കേൾക്കുമ്പോൾ തന്നെ പുരുഷന്മാർ തന്നെ കളിയാക്കി ചിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സംവിധാനമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ ആ സ്ത്രീയെ പിന്നെ സോഷ്യൽ മീഡിയയിൽ തലങ്കം വിലങ്കം ചീത്ത വിളിക്കുക, അവരെ അവസാനം ഇനി എന്ത് അനീതി ഉണ്ടായാലും ഞാനൊന്നും മിണ്ടുന്നില്ലേ, ഞാൻ മിണ്ടാതെ പോയിക്കോളാം എന്ന് പറയുന്നിടത്തേക്ക് എത്തിക്കുന്നതാണ്. അതിന് ഈ സംഘടനകളൊക്കെ ഉപകരിക്കുകയാണ്. അല്ല, അവിടെയാണ് അങ്ങ് പറഞ്ഞതിന്റെ സ്പിരിറ്റിനോട് പൂർണ്ണമായി യോജിക്കുന്നു, വാക്കുകളോടല്ല. ഈ ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ പറയാതിരിക്കുന്നുണ്ട്, അവർ ശക്തമായി പറയണം. രണ്ട്, ആരെയും ന്യായീകരിക്കാനല്ല, പക്ഷേ ഇത് വസ്തുതയാണ്, 100% വസ്തുതയെന്ന് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർജിക്കടക്കം ഈ പുരുഷ സംഘടനയിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ ട്രാജഡികളും ദുരന്തങ്ങളും ഒക്കെ വ്യാജ പരാതി കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അവരുടെ വേദനയാണ് അവരങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് തങ്ങൾക്ക് അനീതി നേരിട്ടു. ഞാൻ പേര് പറയാതെ ഒരാളുടെ കാര്യം പറയാം. അയാളെ 50 ദിവസം ജയിലിലിട്ടിരുന്നു. അവസാനം കോടതി ഇയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അയാളുടെ വീട്ടുകാർ ഇന്ന് പോലും അയാളെ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ദുരന്ത അനുഭവങ്ങൾ പുരുഷന്മാർക്കുണ്ട്. അപ്പൊ മറ്റൊരാള് അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴോ മറ്റോ തങ്ങളുടെ നിരപരാധിത്വം അവരിലൂടെ അവർ കാണാൻ ശ്രമിക്കുക. അപ്പൊ പക്ഷേ രാഹുൽ, അത് ശരിയാണ്. രാഹുൽ പറഞ്ഞ പോലെ തെറ്റ് ചെയ്യാത്തവരൊക്കെ പലപ്പോഴും വിചാരണ ചെയ്യപ്പെടുക, സമൂഹത്തിന് മുന്നിൽ അപമാനിതരാകുന്ന സാഹചര്യം ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ ഇതുപോലൊരു കേസിൽ വരുമ്പോഴേക്കും ഉടനടി ചാടിക്കേറി, ഇപ്പോൾ രാഹുൽ നേരത്തെ പറഞ്ഞല്ലോ ഒഫൻഡറാണ്, അല്ലെങ്കിൽ അക്യൂസ്ഡ് ആണ്, ഒഫൻഡർ എന്ന് പറയാൻ പറ്റില്ല, അക്യൂസ്ഡ് ആണെന്ന്. അപ്പോൾ അതുപോലെ ഇയാൾ ഈ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും അതിൽ പ്രശ്നങ്ങളുണ്ടോ, അത് സർക്കാരിനോ അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ എന്ന് കാക്കാൻ പോലുള്ള ഒരു ക്ഷമ കാണിക്കാതെ നേരെ പോയി പൂമാലയിട്ട് സ്വീകരിക്കുക. അത് സത്യം പറഞ്ഞാൽ കേരള സമൂഹത്തെ മുഴുവനാണ് അന്നത്തെ ആ സംഭവം നാണം കെടുത്തിയത്. അതിതാ ഇപ്പോൾ വീണ്ടും ഈ സവാദ് പിടികൂടപ്പെടുമ്പോൾ അത് വീണ്ടും നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. ഞാൻ ആരെയും വിഷമിപ്പിക്കാനല്ല, പക്ഷെ പൊതുവായൊരു കാര്യം പറയുന്നത്, കഴിയുന്നതും നമ്മൾ ഈ പടക്കം പൊട്ടിക്കുക, പൂമാല ഇടുക പോലുള്ള പരിപാടികൾ നടത്തരുത്. അത് ബോച്ചയുടെ കാര്യത്തിലും, ബോച്ചയുടെ നല്ല സുഹൃത്താണ്, ബോബി ചെമ്മണ്ണൂർജിയുടെ കാര്യത്തിലും ഞാൻ പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് വന്നൊന്നുമല്ലല്ലോ. രാഹുലിന്റെ കൺസേൺ ഞാൻ മനസ്സിലാക്കുന്നു, മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേൺ. പക്ഷെ ആരെയും വിഷമിപ്പിക്കാനല്ല പൂമാല ഇടുന്ന.
ഞാൻ പറയും എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ അത്തരം ഇടപെടലുകൾ ആളുകൾ നടത്തുന്നത്? അദ്ദേഹം തന്നെ പറയുന്നത് വ്യാജ പരാതികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു സംഭവം വന്ന് ചാടിക്കേറി കുറെ ആൾക്കാരൊക്കെ രൂപീകരിച്ച് കൊണ്ടുചെന്ന ഒരാളെ സ്വീകരിക്കാൻ പറ്റുമോ ഈ നാട്ടില്? എനിക്ക് 30 സെക്കൻഡ് തരണം, ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ബോച്ചയുടെ കാര്യത്തിൽ ബോച്ചെ ഏറ്റവും നല്ല രീതിയിൽ ബോച്ചയെ പൂമാല ഇടാനും പടക്കം പൊട്ടിക്കാനും പോയി. ബോച്ചെ അത് സ്വീകരിച്ചില്ല. അത് ബോബി ചെമ്മണ്ണൂരിന്റെ നന്മയാണ്. ഞാൻ അടക്കമുള്ള ഒരുപാട് പേര് അത്തരം കാര്യങ്ങൾ ഡിസ്കറേജ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അത്തരം ഒരു വേദികളിലും എന്നെ കാണാത്തത്. ഞാൻ ഒരു കാരണവശാലും ഇങ്ങനെ പടക്കം പൊട്ടിക്കാനോ മാല ഇടാനോ പോകാറില്ല. ആത്യന്തികമായി കോടതി വിധി വന്നാൽ ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ചെയ്യരുത്. രണ്ട്, പലപ്പോഴും അങ്ങനെ ആൾക്കാർ ചെയ്യുന്നതിന്റെ പിന്നിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ വേദന അവർ കാണുക. അതായത് അവര് റോങ്ലി അക്യൂസ്ഡ് ആണ്, അവർ ഒരുപാട് ദിവസം ജയിലിൽ കിടന്നു. തങ്ങൾ വെളിയിറങ്ങി വന്നപ്പോ വീട്ടിൽ ഒരാൾ പോലും വരെ സ്വീകരിക്കാൻ പോലും വന്നില്ല. അപ്പൊ മറ്റൊരാളെ കാണുമ്പോൾ അയാൾ നിരപരാധിയാണെന്ന് നമ്മളൊരു മുൻവിധിയോടുകൂടി കാണുക. ഒരു വരി കൂടെ പറയാം. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷനിലെ ആദ്യ വരി എഴുതിയിരിക്കുന്നത് ഇന്നും സ്ത്രീകൾക്ക് തന്നെയാണ് കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത്, ഇന്നും സ്ത്രീകൾക്ക് തന്നെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാര്യം നമുക്കൊക്കെ വീട്ടിൽ അമ്മയും സഹോദരിയും ഭാര്യയും മോളും ഒക്കെ ഇല്ലേ, നമുക്ക് അറിഞ്ഞൂടെ? അവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതോടൊപ്പം ആണുങ്ങൾക്കെതിരെ വ്യാജ പരാതിയും കൂടെ ഉണ്ട്. അത് നമ്മൾ അഡ്രസ് ചെയ്യണമെന്നുള്ളതാണ്. ഇവിടെ നന്ദിത പറഞ്ഞതാണ് കൂടുതൽ ശരിയെന്നാണ് പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നുന്നത്. കാര്യം സവാദിനെതിരെ വീണ്ടും പരാതി വന്നു, കോടതി 14 ദിവസത്തേക്ക് റിമാൻഡിൽ അയച്ചു, കണ്ടക്ടറിന്റെ മൊഴിയുണ്ട്, കൂടെ ഉള്ളവരുടെ മൊഴിയുണ്ട്. അതുകൊണ്ട് അന്ന് നന്ദിത പറഞ്ഞതാണ് കൂടുതൽ ശരി.